അസ്സലാമലൈക്കും മുത്തുമണീസ്. നാളെ ഉസ്താദുമാരുടെ ചിലവാണ്. അപ്പോൾ ഇന്ന് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെക്കും. ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ, പയർ, അവിടെ വേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ നൈറ്റ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് നാളേക്ക് പെട്ടെന്ന് പരിപാടികൾ തീർക്കാമല്ലോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കുറച്ച് പയറുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാളേക്ക് നമുക്കത് വേവിച്ചാൽ മതിയല്ലോ. അങ്ങനെ എല്ലാ പയറും ഞാൻ ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതാവുമ്പോൾ ഇനി നാളെ നമുക്ക് ഇത് എടുത്തുങ്ങാണ്ട് അങ്ങനെ വേവിച്ചാൽ മതിയാലോ. അടുത്തതായിട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ നൈറ്റ് ചെയ്ത് വെച്ചാൽ നാളേക്ക് നമുക്ക് വലിയൊരു ആക്കാവും അത്. അപ്പം ഞാനിത് ഒന്ന് ക്ലീനാക്കി പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊരു നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതാവും പെട്ടെന്നുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് നമുക്ക് നേരം വൈകിപ്പിക്കുക. നമ്മളെ കിച്ചണിലുള്ള പണികളിൽ ഏറ്റവും സ്പീഡ് കുറക്കണത് ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള ചെറിയ പണികൾക്കാണ് നമുക്ക് ഒരു നമ്മളെ പണികൾ ലാഗടിപ്പിക്കുന്നത്. അതേപോലെ മല്ലിയില വേപ്പില ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സിപ്ലോ കവറിൽ ഇട്ടിട്ട് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇത് വെള്ളത്തോടുക്കാൻ തന്നെയാണ്. നിങ്ങളിത് കുറേ ഡേക്കാണ് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഈ വെള്ളമൊക്കെ ഇതിന്ന് കളഞ്ഞ് ഒരു തുണിയിൽ കൊപ്പിതാക്കി വെള്ളമില്ലാതെ വേണം നിങ്ങൾ സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. എനിക്കത് നാളെ തന്നെ ഇതെല്ലാതും എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വെള്ളം ആണെങ്കിലും ഞാനിത് അങ്ങനെ വെക്കുന്നത്. പിന്നെ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞത് 2 തേങ്ങ ഉണ്ട്, അതൊന്ന് ഇതാക്കണം. ഇനി നാളെ കറണ്ട് പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് ഇതാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് എടുത്ത് അരച്ചാൽ മതിയാലോ. അപ്പം ഇതൊന്ന് ചിരവി കൊണ്ടുവരട്ടെ. അപ്പം ഞാനങ്ങനെ തേങ്ങയൊക്കെ കംപ്ലീറ്റ് ചിരവിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണ്. നമുക്കിങ്ങനെ ഒരുപാട് ദിവസത്തിന് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു കേടും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നാളേക്ക് വേണ്ടിയിട്ട് നാളെ മറ്റന്നാൾ എനിക്ക് യൂസ് ആക്കാനില്ല തേങ്ങ ഉണ്ടാവും ഇതിൽ. നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്താൽ മതിയാവും ഒരു സൈഡിൽ നിന്ന്. പിന്നെ അതുപോലെ നാളേക്ക് ആവശ്യമുള്ള കുറച്ച് ഉള്ളി രാവിലെ തന്നെ നമുക്കത് തൊലി കളയാനൊന്നും നിൽക്കണ്ടല്ലോ. വെറുതെ വേഗം അതൊന്ന് ചോപ്പറിലിട്ട് അടിച്ചാൽ മതിയാവും. പിന്നെ അതേപോലെ ക്യാരറ്റും ഞാനിങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിനി നമ്മളെ ഏകദേശം നൈറ്റത്തെ പണികളൊക്കെ തീർന്ന് ഇപ്പോൾ രാവിലെ കാണാം. നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കണത് കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. നമുക്കത് കാണാം. നമുക്ക് രാവിലെ കാണാം. അസ്സലാമു അലൈക്കും. ഇപ്പം രാവിലെ നീച്ച് ഞാൻ കുറച്ച് നേരം പുറത്തു കൂടെ ഒന്ന് വന്ന് നോക്കണം. ഇപ്പം സമയം 5 മണി കഴിഞ്ഞിട്ടുള്ളൂ. നേരൊന്നും വെളുത്തിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലേ. ചിലവില്ല അന്ന് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കിടക്കാൻ. അപ്പം നേരത്തെ നീച്ച് നമ്മൾ കിച്ചണിൽ നമ്മളെ പണികളൊക്കെ ഒന്ന് നോക്കട്ടെ വേഗം. ഞാനപ്പോൾ
രാവിലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എടുത്ത് വെച്ച ഉള്ളി, ക്യാരറ്റ് ഒക്കെ, പിന്നെ അതേപോലെ നമ്മൾ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് സെറ്റാക്കാൻ പോവാണ്. ഞാനിവിടെ പാനിലേക്ക് നെയ്യും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ കുറുമ വെക്കുമ്പോൾ ഇച്ചിരി നെയ്യിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഉള്ളവർ ആവശ്യമുള്ളവർ അതിടുക. ഞാൻ ഇവിടെ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി വേപ്പില, പിന്നെ അതുപോലെ പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനെയൊന്നും ചേർക്കണില്ല. മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ എരി ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകും മുളകും ഇട്ട് കൊടുക്കുക. തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കണില്ല. നന്നായി മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എനിക്ക് വൈറ്റ് കളറുള്ള കറി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇത് ആക്ച്വലി ഇതിലിടണ്ട. മഞ്ഞൾപ്പൊടി ഞാനൊരു ഇച്ചിരി ഇട്ടു എന്നുള്ളൂ. അതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ്, കടല അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ സമയം കുക്കർ അടച്ചു കൊടുത്തിട്ട് പച്ചക്കറിനെ വേവിക്കുക. എൻ്റെ കയ്യിൽ അതല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പച്ചക്കറികളൊന്നും വെന്ത് ഉടഞ്ഞ് പോകരുത്. ഞാനിവിടെ തേങ്ങയും 10 കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. നമ്മളെ ഇത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കുള്ള അരപ്പ് ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി പറഞ്ഞ് ഇത് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരിക. ഞാനിവിടെ തേങ്ങ നല്ല പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ പച്ചക്കറി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞിട്ടില്ലേനും. ഇനി ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലയുടെ പൊടിയും പാടെ ഇട്ട് കൊടുക്കുക. ഇച്ചിരി മല്ലിയിലയും പാടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമ്മളെ വെജിറ്റബിൾ കുറുമ സെറ്റായി. അപ്പം നമ്മളെ കറിയൊക്കെ അവിടെ സെറ്റായല്ലോ. ഞാൻ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടി എടുത്ത്
അതൊന്ന് കുഴച്ച് റെഡിയാക്കാൻ നിൽക്കുകയാണ്. അപ്പം നമ്മളിവിടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പീച്ചിതാക്കി റെഡിയാക്കിയിട്ട് കാണാം. അപ്പം ഞാൻ എല്ലാ നൂൽപുട്ടുകളും ഇതുപോലെയൊക്കെ പാത്രത്തിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇറക്കി കൊടുത്ത് സെറ്റാക്കാം. അപ്പോൾ എല്ലാ നൂൽപുട്ടും ഞാനിങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു കൊടുക്കാം. ഞാൻ ഈ അടുപ്പത്ത് ദോശ ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ നൂൽപുട്ട് ഏകദേശം ആയി. നമുക്കിനി ദോശ ഓരോന്നായിട്ട് പാർന്നു കൊടുക്കുക. അപ്പം നൂൽപുട്ടൊക്കെ അവിടെ ആയിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ദോശയും നൂൽപുട്ടും എല്ലാതും ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ കൂടെ എനിക്ക് അത് സെറ്റാക്കി കൊടുക്കാം. ഇതാ പാത്രത്തേക്ക് ആക്കി വെക്കുകയാണ്. നൂൽപുട്ട് കറി ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉസ്താദ് വന്നിട്ടുണ്ട്. എല്ലാതും അങ്ങനെ പാത്രത്തേക്കൊക്കെ ആക്കി വെച്ച് ഞാൻ ബാവാനെ വിളിക്കുകയാണ്. അതൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അടച്ച് ശരിയാക്കി തരികയാണ് എനിക്ക്. എല്ലാതും ആ പാത്രത്തിലൊക്കെ ആക്കി ആ കവറിലാക്കിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എല്ലാവർക്കും ഉണ്ടാവുകാരല്ലേ ഇങ്ങനെയല്ലേ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാ അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞ് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉസ്താദ് അത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.